ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടമായിട്ടാണ്. അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ബോൺലെസ് പീസസ് ആയിട്ടുള്ള ചിക്കനാണ്. അതുപോലെ നിങ്ങളിത് ചെയ്യുമ്പോൾ ചെറിയ പീസസ് ആയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ പകുതി ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ശേഷം ഇത് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രമിക്കണം. വേറൊരു പാനിലേക്ക് ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്യുന്നതിനായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നീട് നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മറിച്ചും തിരിച്ചുവിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കേണ്ടതാണ്. ചിക്കൻ പീസസിൻ്റെ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമുക്കിത് കോരി മാറ്റാം. ശേഷം വേറൊരു പാനിൽ നമ്മൾ 2 ടീസ്പൂൺ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വറ്റൽമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒന്ന് ലോ ഫ്ലെയിമിലായിട്ട് വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 15 ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിറമൊന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ഒരേ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ശേഷം നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് നമുക്ക് ഈ സമയം ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യാം. ഈ ഗ്രേവി മിക്സ് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് ഈ ഗ്രേവി മിക്സ് ചിക്കൻ പീസിലേക്ക് പിടിക്കുന്നതിനായിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ചപ്പാത്തി, അതേപോലെ ചോറ്, ദോശ എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാവുന്ന ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും കൂടി ഇരുന്നിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.